ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മട്ടന്നൂരിൽ ഇനി കർഷക സംഘത്തിൻ്റെ പച്ചക്കറി ചന്തയും. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നത്തിന് പരമാവധി വില ലഭ്യമാക്കുന്നതിനാണ് കർഷക സംഘം മട്ടന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഴ്ച ചന്ത ആരംഭിച്ചത്. കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. എന്നതിൻ്റെ അർത്ഥം ഇന്ത്യ രാജ്യത്തുള്ള ഏതാണ്ട് 60% ആളുകൾ കാർഷികാനുബന്ധ മേഖലയിലെ വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജീവിക്കുന്നത് എന്നാണ്. കർഷകരെ സംബന്ധിച്ച് ഉത്കണ്ഠ പുലർത്താത്ത ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയും നമ്മുടെ രാജ്യത്തില്ല. കൃഷിക്കാർ ഈ രാഷ്ട്രത്തിന്റെ നട്ടെല്ലാണ് എന്ന് പറയാൻ അവരാരും മടി കാണിക്കുന്നില്ല. കർഷകരുടെ പേരിൽ ആണയിട്ടുകൊണ്ട് അവരുടെ മുമ്പിൽ ഒട്ടനവധി വാഗ്ദാനങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പൊതുവിൽ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ BJP ഗവൺമെന്റ് കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വന്നത് എന്നുള്ളത് നമുക്കറിയാം. 2014 നടന്ന തെരഞ്ഞെടുപ്പിൽ 340 കേന്ദ്രങ്ങളിൽ നരേന്ദ്രമോദി സംസാരിച്ചപ്പോൾ ഒരൊറ്റ കേന്ദ്രത്തിൽ പോലും കർഷകരെ സംബന്ധിച്ച് കണ്ണീരൊടുക്കാൻ അദ്ദേഹം വിസ്മരിച്ചിട്ടില്ല. ഇന്ത്യയിലെ കർഷക ജനസമാനത്തിന്റെ വിഷയങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കാൻ അദ്ദേഹം മടി കാണിച്ചിട്ടില്ല. ഇന്ത്യയിലെ കൃഷിക്കാരുടെ കണ്ണീരൊപ്പലാണ് ഏറ്റവും പ്രഥമമായ ചുമതല എന്ന് പറയാൻ അദ്ദേഹം ഒരിക്കലും അമാന്തിച്ചിട്ടില്ല. പക്ഷെ 10 വർഷക്കാലമുള്ള അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ ഭരണഫലം, ആ ഭരണകാലത്തെ ചെയ്തികൾ ഇന്ത്യയിലെ കൃഷിക്കാരെയാകെ തന്നെ അതീവ ഗുരുതരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. വിപണികളിൽ പച്ചക്കറിക്ക് ഉയർന്ന വില നൽകി സാധാരണക്കാർ വാങ്ങുമ്പോഴും അത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് ഉൽപ്പാദന ചിലവ് പോലും പലപ്പോഴും ലഭിക്കാറില്ല. ഈ സാഹചര്യത്തിൽ കർഷകരെ സഹായിക്കാൻ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനത്തിനാണ് കർഷക സംഘം മട്ടന്നൂർ ഏരിയ കമ്മിറ്റി മട്ടന്നൂരിൽ തുടക്കമിട്ടത്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ മുതൽ മട്ടന്നൂരിൽ കാർഷിക ചന്ത പ്രവർത്തിക്കും. ചന്തയിലേക്ക് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് വിൽക്കാം. അതിനുള്ള സൗകര്യം മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ കർഷക സംഘം ഒരുക്കും. അന്യനാട്ടിലെ വിഷം നിറച്ച പച്ചക്കറികളെക്കാൾ ജൈവവിളകൾ വാങ്ങുവാൻ ആളുകളും ഉണ്ടാകും. അങ്ങനെയാകുമ്പോൾ കർഷകന് അവന്റെ ഉൽപ്പാദനത്തിനും അധ്വാനത്തിനും വില ലഭിക്കുമെന്നാണ് കർഷക സംഘത്തിന്റെ പ്രതീക്ഷ. ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് പി സുരേഷ് ബാബു അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം KC മനോജ്, നേതാക്കളായ K ഭാസ്കരൻ, PM സുരേന്ദ്രൻ, P സത്യകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.